എക്സ്ക്യൂസ് മീ, സിയെ, എനിക്കൊന്ന് പ്രിൻസിപ്പാളിനെ കാണണമായിരുന്നു. ആളുണ്ടോ? ഇറങ്ങുമ്പോൾ ഒന്ന് വിളിക്കണേ. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, പുറത്ത് വെയിറ്റ് ചെയ്യാം. ഞാൻ ഒന്ന് പ്രിൻസിപ്പാളിനെ കാണാൻ വെയിറ്റ് ചെയ്യുന്നു. സിയനോട് പറഞ്ഞിട്ടുണ്ട്. ആയ വിളിക്കും. വിനോദ്, ഞാൻ ഒന്ന് പ്രിൻസിപ്പാളെ കാണാൻ വെയിറ്റ് ചെയ്യുന്നു. ഇല്ല, ലാബില്ല. എപ്പോഴും അതെയോ? ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അതെല്ലേ? അറിഞ്ഞിട്ടില്ല. വരാം. ശരി. ഓക്കെ. ഒന്നുമില്ല, ഞാൻ പ്രിൻസിപ്പാളെ കാണാൻ വന്നത്. കഴിച്ചു. കൊണ്ടുവരും. സർജന്റിന് തന്നെ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. എന്നാണ് സാറേ? എത്ര കാലമായി ഒരിക്കൽ ബാത്റൂം കഴുകാൻ പറയുന്നത്? മാസങ്ങളായിട്ട് നിങ്ങളോട് പറയുന്നില്ലേ? എന്താളില്ല? എൻ്റെ വീട്ടിൽ നിന്നാണോ ആളെ കൊണ്ടുവരേണ്ടത്? എപ്പോഴും ചോദിച്ചാലും പറയുന്ന ആളില്ല, ഫണ്ടില്ല എന്ന്. അപ്പൊ നമ്മൾ മൂത്രയ്ക്കും ഇതൊന്നും വേണ്ടേ? നമ്മളെന്താ ലേഡീസ് ഒന്നും അല്ലേ? നമ്മൾ ലോണൊക്കെ എടുത്ത് വീടും സൗകര്യം എന്തിനാക്കിയേ? ശുചി വൃത്തിയായിട്ട് ടോയ്ലറ്റിൽ പോവാനും കുളിക്കാനൊക്കെ അല്ലേ? നിങ്ങൾ എപ്പോഴും അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെട്ടോ? ഞാൻ പോവാൻ നേരെ ആളെ വിളിക്കാൻ. എന്തെല്ലാം സംഭവങ്ങള്. സിയെ മീറ്റിംഗ് ആണോ? അല്ല അല്ലേ? ഓക്കെ. ഞാൻ നിക്കാം. ടീച്ചറെ, ഒന്നുമില്ല, പ്രിൻസിപ്പളെ കാണാൻ. വിശേഷമൊന്നുമില്ല. മോള് വിളിക്കലുണ്ട്. അയ്യോ, സാറേ, ഗുഡ് മോർണിംഗ്. സാറേ, ഞാൻ കുറേ നാളായില്ലേ, ഞാൻ ഒരു 4 മാസമായിട്ട് ഞാൻ എൻ്റെ ലാബിൽ ഒരു ഇഷ്യൂ, സജിത്തിൻ്റെ ഇഷ്യൂ പറയുന്നില്ലേ, ഇങ്ങനെ മദ്യപിച്ചിട്ട് വരുന്നതെല്ലാം. ഇപ്പം എന്താവാൻ സാറേ? ഇപ്പം ശരിക്കും കാണിച്ചു തരാൻ തുടങ്ങി. എന്താ അന്വേഷിക്കാന്ന് കാണിച്ചു തരുന്നതോ? അപ്പം ഈ പ്രായപൂർത്തിയായ എനിക്ക് അത് കണ്ടാൽ മനസ്സിലാവൂലേ? സാറെന്തിനാ അത് അന്വേഷിക്കുന്നത്? സാറേ, എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ അവരോട് അന്വേഷിക്കുക, ഇവരോട് അന്വേഷിക്കാന്ന് പറയുന്നത്. ഞാൻ ഡിസംബർ 12-ന് സാറിനൊരു പരാതി തന്നല്ലേ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇയാൾ മദ്യപിച്ചിട്ട് ലാബിൽ വരുന്നുണ്ട്, ഇങ്ങനെ നഗ്നത പ്രദർശനമൊക്കെ ഉണ്ട് ലാബിലെന്ന്. സാർ എത്ര കാലമായി അന്വേഷിക്കാന്ന് ഇങ്ങനെ പറയുന്നത്? എന്തിനാ സാറേ മറ്റൊരാൾ നഗ്നത കാണാൻ ഇങ്ങനെ ഈ ജോലി സ്ഥലത്ത് വരുന്നത്? നമുക്ക് എവിടെയും കാണണ്ട, ട്രെയിനിലും ബസ്സിലും ജോലി സ്ഥലത്തും ഒന്നും നഗ്നത കാണണ്ട. നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ കൂടെ ഞാൻ നഗ്നത കണ്ടോളാം. നാട്ടിലുള്ള നഗ്നത എനിക്ക് കാണാൻ താല്പര്യമില്ല. മേലധികാരി എന്നുള്ള നിലയിൽ സാറ് താൽക്കാലിക ആയിക്കോട്ടെ, അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണം? താൽക്കാലികാണെങ്കിൽ സാറ് ഇവിടെ ഇരിക്കുന്നില്ലേ? ഇതെത്ര പ്രാവശ്യമായി സാറേ പറയുന്നത്?
അവർക്ക് ഇതൊന്നും കേൾക്കാൻ സമയമില്ല. പക്ഷെ സബ്ജക്റ്റ് ഇതാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കുമായിരുന്നു. അതിന് ഫസ്റ്റ് കേൾക്കാൻ തന്നെ അവർ മനസ്സ് കാണിക്കുന്നില്ല. ഇച്ചിരി തിരക്കാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. എവിടെ കണ്ടാലും ഇച്ചിരി തിരക്കാണ്. ഞാനൊരു പ്രാവശ്യം ക്യാൻറ്റീനിൽ പോയി, ക്യാബിൽ പോയി, പിന്നെ പുറത്ത് കണ്ടവരൊക്കെ ചോദിച്ചു, സെമിനാർ ഹാളിൽ നിന്ന് ചോദിച്ചു, എപ്പോഴും തിരക്കാണെന്ന് പറയുന്നു സാറേ. എനിക്കിനി അയാളെ നഗ്നത കാണാനും ആവില്ല. അയാൾ ഈ ചുണ്ടിൻ്റെ ഉള്ളിൽ ഒരു സാധനം വെക്കുന്നുണ്ട്, അതൊന്നും എനിക്കാവില്ല സാറേ കാണാൻ. അയാളെ വിളിപ്പിച്ചിട്ടുണ്ടെന്നാണ് സിയെ പറഞ്ഞത്. ശരി, ഞാൻ പുറത്ത് നിൽക്കാം. എനിക്കിനി ഇത് സഹിക്കാനാവില്ല സാറേ. എങ്ങനെയാ കാണിച്ചെന്നോ? അയാൾ കാണിച്ചത് എങ്ങനെ സാറേ? ഞാൻ കാണിക്കും? എനിക്ക് എൻ്റെതല്ലേ കാണിക്കാൻ പറ്റൂ. അയാളല്ലേ കാണിക്കേണ്ടത് അയാളെ രീതിയിൽ. ഞാൻ കണ്ടത് സത്യമാണ്. ഞാൻ വെളിയിൽ നിൽക്കാം. അയാളോട് തന്നെ ചോദിച്ച് സാറ് മനസ്സിലാക്കിക്കോ. എന്തൊരു കഷ്ടം ഭഗവാന്. തൊഴിൽ ചെയ്യുന്നിടത്തും കൂടി നമ്മൾ മറ്റൊരാളെ നഗ്നത കണ്ടിട്ട് വേണം ജോലി ചെയ്യാൻ. വിനോദ്, ഒന്നുമില്ല, ഞാൻ പ്രിൻസിപ്പാളെ കാണാൻ വന്നേ. ഇഷ്യൂ തന്നെ കുറേ കാലമായില്ലേ. അയാൾ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ആർക്കറിയാം? ഇന്റേണൽ കമ്മിറ്റിയാ? അയ്യോ, അത് പറയാതിരിക്കുന്നതാ നല്ലത്. നീ പോയിക്കോ. കാഠിന്യം പോരാ. അങ്ങനെയാണ് റിപ്പോർട്ട് കൊടുത്തേന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടല്ലേ അയാള് വീണ്ടും വീണ്ടും കാണിക്കുന്ന കാഠിന്യാവാൻ. എനിക്ക് ഒട്ടും താല്പര്യമില്ല വിനോദെ കാണാൻ. അതുകൊണ്ട് ഞാൻ വീണ്ടും വന്നതാ. പ്രിൻസിപ്പൾ ചോദിക്കുന്ന അയാൾ കാണിക്കുന്നതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അവനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ എന്നോട് ചോദിക്കുക എങ്ങനെയാ കാണിച്ചേന്ന്. അതെങ്ങനെയാ എനിക്ക് കാണിക്കാൻ പറ്റുക? ശരി വിനോദ, ശരി. ടീച്ചറെ, ഒന്നുമില്ല, ഞാൻ പ്രിൻസിപ്പാളെ കാണാൻ വന്നേ. എവിടെ തീരാൻ? അത് ഇരിക്കുന്ന ആള് ശക്തമായിട്ട് എടുത്താലല്ലേ തീരൂ. അങ്ങോട്ട് അയച്ചിട്ടുണ്ട് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളെ പരാതിക്കൊത്ത് അത്രേ വിലയുള്ളൂ. അതൊക്കെ ഇവിടെ നിയന്ത്രിക്കുന്നത് സംഘടനകളാണ്. ലാബുണ്ടാ? ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ കോളേജ് ബസ്സിന് പോവും. മോള് വിളിക്കലുണ്ട്. പരീക്ഷയല്ലേ മോനി? ഓക്കെ. പിന്നെ കാണാം. വിളിക്കുന്നുണ്ടോ? സാറേ, ചെയ്ത ആരെങ്കിലും സമ്മതിക്കുവോ? ഇത് 4-5 മാസമായി സാറേ. എനിക്ക് ഇനി ഇത് സഹിക്കാൻ പറ്റൂല. എങ്ങനെ കാണിച്ചു, എവിടെ കാണിച്ചു, എങ്ങനെയായിരുന്നു കാണിച്ചതെന്നൊന്നും ചോദിച്ചാൽ എനിക്ക് മറുപടിയൊന്നുമില്ല സാറേ. എനിക്കിത് കാണാനും പറ്റൂല. ജോലി സമയത്തുള്ള മദ്യപാനവും പറ്റൂല.
ഇനി എനിക്കിത് കൂടുതൽ പ്രാവശ്യം വന്ന് പറയാൻ പറ്റൂല. സാർ എങ്ങോട്ട് അയച്ചാലും കുഴപ്പമില്ല, സാർ എവിടുന്ന് റിപ്പോർട്ട് തേടിയാലും കുഴപ്പമില്ല, സാർ ഏത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചാലും കുഴപ്പമില്ല. അതെനിക്കറിയണ്ട. എനിക്ക് ഇങ്ങനെ ജോലി ചെയ്യാൻ പറ്റൂല. എനിക്ക് ജോലി സ്ഥലത്തെ സെക്ഷൽ ഹരാസ്മെൻറ്റും മെൻ്റൽ ഹരാസ്മെൻറ്റും മേലധികാരികൾ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതും എനിക്ക് സഹിക്കാൻ പറ്റുള്ളൂ സാറേ. എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് പറ്റൂല. ഞാൻ ഇനി ബഹുമാനപ്പെട്ട കോടതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അല്ല, സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ സാറ് ചൂടായിട്ടൊന്നും കാര്യമില്ല. അവൻ തെറ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ചൂടാവുന്നോ? അതെവിടുത്തെ നടപടി? അവനല്ലേ തെറ്റ് ചെയ്തത്, അവനല്ലേ പൊക്കി കാണിക്കുന്നത്, അവനല്ലേ വെള്ളടിച്ച് വരുന്നത്. കഷ്ടമുണ്ട് സാറേ. ഞാൻ 5 മാസമായി നിങ്ങളോട് ഇത് വന്നിട്ട് ഇങ്ങനെ പറയുന്നത്. ഞാൻ ഡിസംബർ മുതൽ എഴുതി തരുന്നുണ്ട്. എന്നിട്ട് കുറേ ആയാലും അയച്ചു. ഇതെന്തിനിങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നതോ? പിന്നെ ശബ്ദം ഉണ്ടാക്കാതെ എന്ത് ചെയ്യണം? കരയണോ? സൈലൻ്റ് ആയിട്ടിരിക്കണോ? അതിന് എന്നെ കിട്ടൂല. താൽക്കാലികം അല്ലെങ്കിൽ പിന്നെ പെർമനൻ്റ് ഉള്ള ആളെ കൊണ്ടാക്കണം. താൽക്കാലികം എന്ന് പറഞ്ഞിട്ട് ഒഴിയാനൊന്നും പറ്റൂല. ഇരിക്കുന്നതിന് താൽക്കാലികമൊന്നും കാണുന്നില്ലല്ലോ. അന്തസ്സായിട്ട് ഇരിക്കുന്ന കുറച്ച് കാലമായല്ലോ. നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞത് എന്താ? 2 ദിവസത്തേക്കാണ് ഞാൻ ഇരിക്കുന്നതെന്ന്. 2 മാസമോ 2.5 3 മാസമായല്ലോ ഞാൻ തന്നെ വന്നിട്ട് ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ നിന്ന് ഇറക്കുന്നത്. ഇതെന്ത് ഗുണ്ടായിസം? പോലീസ് സ്റ്റേഷനിൽ നിങ്ങളെ കയ്യിലുണ്ടാവും. ബഹുമാനപ്പെട്ട കോടതി എന്നെ പോലെ ഇല്ലവർക്കാ. എന്താ സംസാരിക്കുമ്പോൾ സാറിന് ഇഷ്ടപ്പെടാത്ത? എല്ലാ പെണ്ണുങ്ങളെയും നിങ്ങൾ ഒരേ ലിസ്റ്റ് കൂട്ടണ്ട. ഇവന് ഈ സജിത്തിനെ പോലെ ഇല്ലവരെ ഇവിടെ വെച്ചേക്കാൻ പറ്റൂല. അവനെ എടുത്ത് പുറത്തിടണം. തീരുമാനാക്കിയിട്ടേ ഞാൻ പോകുന്നില്ലൂ. ഇതിനൊരു തീരുമാനാക്കിയിട്ടേ ഞാൻ വീട്ടിൽ പോകുന്നുള്ളൂ. എന്ത് തെമ്മടിത്തരും സഹിക്കുക, എന്ത് തെമ്മടിത്തരും പെണ്ണുങ്ങളെ നേരെ ആവും. അതിന് കൂട്ടു നിൽക്കുന്ന മേലധികാരി അവനല്ല നടപടി ഉണ്ടാവും. എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നത്. എനിക്ക് മറ്റേ സംഘടനാ പാരമ്പര്യമൊന്നുമില്ലല്ലോ. ഞാൻ 10-20 വർഷമായിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. സമരങ്ങൾക്കെല്ലാം വിളിച്ചിട്ട് പോലുണ്ട്. പക്ഷെ എനിക്ക് വേറെ ഏതെങ്കിലും പാരമ്പര്യം വേണമെന്നുള്ളത് അറിയില്ല. അത് അവനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്കുമൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്ക് നീതി വേണം. അതേതറ്റം വരെയായാലും ഞാൻ കോടതിയായാലും പോലീസ് സ്റ്റേഷനായാലും പോവും. അല്ലാണ്ട് അവൻ കാണിച്ച നഗ്നത നിങ്ങളൊന്ന് കാണിച്ച, അവൻ്റെ നഗ്നത അവന്, എൻ്റെ നഗ്നത എനിക്കങ്ങനെ നാട്ടിലില്ലാതെ എല്ലാ നഗ്നതയും കാണണ്ട. എനിക്ക് താല്പര്യമില്ലാതെ നഗ്നത ഞാൻ കാണും. ഇതെന്തൊരു കഷ്ടം. ജോലി സ്ഥലത്ത് നഗ്നത, ബസ്സിൽ നഗ്നത, ട്രെയിനിൽ നഗ്നത, കഞ്ചാവ് നഗ്നത. കഞ്ചാവ് അടിച്ചിട്ട് ജോലി സ്ഥലത്ത് വരാം, മദ്യം കഴിച്ചിട്ട് ജോലി സ്ഥലത്ത് വരാം, ചുണ്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ജോലി സ്ഥലത്ത് വരാം. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സ്വാധീനിക്കും. നിങ്ങളുടെ കയ്യിലാണ് ബാക്കി എല്ലാ ഉദ്യോഗസ്ഥന്മാരും എന്ന് വെച്ചിട്ട് എനിക്ക് നഗ്നത കാണണ്ട. എനിക്ക് ഒട്ടും താല്പര്യമില്ല. കോളേജിൽ ഒരുത്തൻ്റെ നഗ്നതയും കാണണ്ട, ഒരുത്തൻ്റെ നെഗറ്റീവ് കമൻറ്റും എനിക്ക് വേണ്ട. പറ്റൂലെങ്കിൽ വെച്ചിട്ട് പോകണം. പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു പേര് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിന് മറുപടി പറയേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ. എത്ര സ്വാധീനിച്ചാലും പറയേണ്ടി വരും. ആര് കേട്ടാലും ഒന്നും കുഴപ്പമില്ല. ശബ്ദത്തിൽ തന്നെ പറയും. നീ ആരാ ചോദിക്കാൻ? നിന്റെ ഭാര്യനെയും നിന്റെ പെങ്ങളെ ആരെങ്കിലും പൊക്കി കാണിച്ച നീ കണ്ടോണ്ടിരിക്കോടോ? ആ ശബ്ദത്തിൽ പറയേണ്ടടുത്ത് ശബ്ദത്തിൽ പറയും. ഓഫീസാണെങ്കിലേ ഇങ്ങോട്ട് ചെയ്യുന്നതിന് ഓഫീസ് മര്യാദ വേണം. ഓഫീസാന്ന് പോലും ശബ്ദം ഉണ്ടാക്കിക്കൂടാന്ന്. അപ്പം ഇങ്ങോട്ട് കാണിക്കുന്നതിന് എന്താ ഓഫീസല്ലേ? ഞാൻ അവൻ്റെ വീട്ടിൽ പോയോ? ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തല്ലേ അവൻ തമ്മടുത്തരം കാണിക്കുന്നത്? ഞാൻ അവൻ്റെ വീട്ടിൽ പോയോ കാണിക്കുമെന്ന് ചോദിച്ചിട്ട്? നേതാവ് ഓയ എൻ്റെ സ്ഥാനത്തിരുന്നാൽ മതി. ഓയല്ല കോളേജ് ഭരിക്കുന്നത്. ഉണ്ടായിട്ട് പോടാ. നിന്റെ ഭാര്യനെ കാണിച്ചാൽ നീ കണ്ടോണ്ടിരിക്കുവോ? ഞാൻ എൻ്റെ പ്രതിഷേധം ഞാൻ ഇങ്ങനെ തന്നെ അറിയിക്കും. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. നീ ഒന്നിക്കിൽ എൻ്റെ സസ്പെൻഷൻ അടിക്കും, നീ അല്ലെങ്കിൽ എൻ്റെ ട്രാൻസ്ഫർ അടിക്കും. നീ നിൻ്റെ പ്രിൻസിപ്പാളും കൊല്ലൊന്നുമില്ലല്ലോ. ഇനി അഥവാ കൊല്ലുന്നുണ്ടോ? നീ വാ കൊല്ലാൻ. ഓയേമാരങ്ങിളകി ശബ്ദം പോലും ശബ്ദം. എടാ, നിന്റെ ഭാര്യനെ പെങ്ങള് ഒരാൾ പൊക്കി കാണിക്കുന്ന നീ സഹിക്കോ? നീ ആ ഓഫീസ് പോയി കത്തിക്കൂലേ? നീ ഓഫീസ് കത്തിക്കൂലേ? നീ നിന്റെ പണിയെടുക്കടാ. പ്രിൻസിപ്പാൾ സ്ഥാനത്തിരിക്കുന്ന ആൾ ആലോചിച്ചോ?
ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയ ആളെ കൂട്ടിയതിന് ഉത്തരവാദിത്യം നിങ്ങളാണ്. ഇനി വരുന്ന എല്ലാ ലീഗൽ ഇതും പ്രിൻസിപ്പാൾ നേരിടേണ്ടി വരും. നീ നിന്റെ പണി നോക്ക്.